എമ്പുരാൻ വിവാദം കത്തി നിൽക്കുകയാണ് ഇപ്പം. പൈസയുള്ളവനെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യമൊക്കെ ഉള്ളവരായിട്ടുള്ള സെലിബ്രിറ്റികളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഈ സമൂഹത്തിൽ. ഇതിനിടയിൽ നിങ്ങൾ മറന്നുപോയ കുറച്ച് ആൾക്കാരുണ്ട്. ഈ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റാതായ മുനമ്പത്തുള്ള കുറച്ച് ആൾക്കാർ. കോൺഗ്രസ് എംപിമാർക്ക് വഖഫ് ബില്ലിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാം, അത് അവരുടെ ഇഷ്ടം. പക്ഷേ ഈ കഷ്ടത അനുഭവിക്കുന്ന സ്വന്തം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സാധാരണക്കാരായ ഈ മുനമ്പം ജനതയ്ക്ക് എന്ത് പരിഹാരമാണ് നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത്? വർഷങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന് വേണ്ടി മാത്രം വോട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ എന്റെ കുടുംബത്തിലും പല കുടുംബങ്ങളിലും ഉള്ളതായിട്ട് എനിക്കറിയാം. കോൺഗ്രസ് എന്തൊക്കെ തെറ്റ് ചെയ്തെന്ന് ആരൊക്കെ പറഞ്ഞാലും കോൺഗ്രസിനെ മാത്രം, മരിച്ചാലും കോൺഗ്രസിനെ മാത്രമേ വോട്ട് ചെയ്തെന്ന് പറയുന്ന ഈ സാധാരണക്കാരായ ജനങ്ങളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? 4-5 വർഷമായിട്ട് മുനമ്പത്തെ ആൾക്കാർ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയോ അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു, അതെല്ലാം നിങ്ങൾ നഷ്ടപ്പെടുത്തി. ഒരു സഹായവും നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തില്ല. ഇപ്പോഴും അവസരമുണ്ട്, ഇപ്പോഴും നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ ക്ഷമയോടെ കാത്തിരുന്നിട്ടും നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നിട്ടാണല്ലോ ഈ സഭയ്ക്കും സഭാ നേതാക്കന്മാർക്കും ജനങ്ങൾക്കും എല്ലാം ഇങ്ങനെ നിരത്തിലിറങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി തന്നത്. നിങ്ങളാണ് ഇതുണ്ടാക്കി തന്നത്. എന്നിട്ട് വേറെ ആരെങ്കിലും വന്ന് ഇവർക്ക് സഹായം കൊടുക്കുമ്പോൾ അതിനെ വർഗീയതയുടെ മുഖമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. വളരെ ഖേദകരമായ ഒരു കാര്യമാണത്. പിന്നെ ഈ പൗരത്വ ഭേദഗതി ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഇവിടെയുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം ഈ കേരള നാട് വിട്ടിട്ട് ഓടേണ്ടി വരുമെന്ന് പലരും പ്രചരിപ്പിച്ചില്ലേ? എന്നിട്ടത് പാസ്സായിട്ട് മാസങ്ങളായല്ലോ. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി, ഏതെങ്കിലും ഒരു മുസ്ലിം, ഏതെങ്കിലും ഒരു ഹിന്ദു ഈ ജനിച്ചു വീണ കേരള മണ്ണ് വിട്ട് ഓടേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതുപോലെ ഈ വഖഫ് ബില്ലും ഭേദഗതി വന്നാൽ ഞങ്ങളൊക്കെ ഈ നാട്ടിൽ നിന്ന് ഓടേണ്ടി വരുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതോ സാധാരണക്കാരനായി ഏതെങ്കിലും ഒരു മുസ്ലിമോ, ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയോ, ഏതെങ്കിലും ഒരു ഹിന്ദുവിനോ നിത്യജീവിതത്തിൽ എന്ത് ദോഷം വരാനിരിക്കുന്നെന്നാണ് നിങ്ങൾ പറയുന്നത്? അത് നിങ്ങൾ ഞങ്ങളോട് തുറന്നു പറയൂ. ഞങ്ങളെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഞങ്ങൾക്കെല്ലാം മനസ്സിലാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ ഭിന്നിപ്പിക്കാനോ ഞങ്ങൾ അടിയുണ്ടാക്കാനോ ദയവ് ചെയ്ത് ശ്രമിക്കരുത്.